ചില മൂവീസ് ഉണ്ട് കണ്ടു കഴിഞ്ഞാലും അതിലെ ക്യാരക്ടേഴ്സും ഇവന്റ്സും ഇമോഷൻസും സ്റ്റോറിയും എല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കും. അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് സർക്കിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സിനിമ കണ്ടിട്ട്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഞാൻ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു. ഓരോ സീക്വൻസും അല്ലെ ഓരോ ഇവന്റ്സും അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിന്റെ എക്സിക്യൂഷനും എല്ലാം അടിപൊളിയായിരുന്നു. എടുത്തു പറയേണ്ടത് ആസിഫിക്കയുടെ പെർഫോമൻസ് ആണ്. സീരിയസ്ലി ഇപ്പം ലാലേട്ടൻ കരഞ്ഞാൽ നമുക്കും കരച്ചിൽ വരുമെന്ന് പറഞ്ഞ പോലെ ആസിഫിക്കയുടെ കണ്ണ് നിറഞ്ഞാൽ ഞാൻ കരയും, ഉറപ്പായിട്ട് ഞാൻ കരയും. കാരണം ഈ ഒരു സിനിമ മാത്രമല്ല, ഇതിനു മുമ്പ് മൂപ്പരുടെ കണ്ണ് എവിടെ നിറഞ്ഞിട്ടുണ്ടോ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയല്ല. അതുപോലെ തന്നെ ഈ ഒരു മൂവിലും മൂപ്പര് ഇമോഷണൽ ആവുന്ന രണ്ടൊന്ന് സീക്വൻസ് ഉണ്ട്. എന്നറിയത്തില്ല, പുള്ളിക്കാരന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ഞാനും കരഞ്ഞു. കാരണം അത്ര ഇമോഷണലി അറ്റാച്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ കടന്നു പോകുന്ന പല ഇവന്റ്സും ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ക്യാരക്ടറുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും എന്റെ മനസ്സിൽ സിനിമ കണ്ട് ഞാൻ ഇപ്പം റിവ്യൂ ചെയ്യുമ്പോൾ പോലും ഓക്കെ എനിക്ക് ആ ഒരു സിനിമയിൽ മൂപ്പർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി സീക്വൻസ് എങ്ങനെയാണ് മൂപ്പർ പ്രസന്റ് ചെയ്തതെന്ന് എനിക്കറിയാം. അത്ര ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ആസിഫിക്കയുടെ. ആൻഡ് അതുപോലെ തന്നെയാണ് ആ ഒരു ചെറിയൊരു പയ്യൻ, അടിപൊളിയായിരുന്നു അവന്റെ പെർഫോമൻസ്. ഒരു ADHD ഉള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. നല്ല കിഡിലായിട്ടാണ് അവൻ ഓരോ സീക്വൻസും പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന പേര് പോലെ തന്നെയാണ്, സർക്കിട്ടാണ്. ആസിഫിക്കയുടെയും ആ ഒരു ചെറിയൊരു പയ്യന്റെ ഒരു ട്രാവലാണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ആ ഒരു പയ്യന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്കാരൻ ADHD ഉള്ള ഒരു ക്യാരക്ടറാണ്. ഈ ADHD എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ആക്റ്റീവ്, ഭയങ്കര ദേഷ്യം, ആര് പറഞ്ഞാലും ഒന്നും കേൾക്കാത്ത ഒരു സ്വഭാവം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ പയ്യൻ. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരു പയ്യന്റെ കൂടെ ഒരു ട്രാവൽ നടത്തുന്ന സിനിമയാണ്. ആൻഡ് ഈ ഒരു സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങനത്തെ ADHD ഉള്ള ഒരുപാട് കുട്ടികളെ പല ഏരിയാസിലും പല സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. നമുക്ക് നല്ല ദേഷ്യവും വരാറുണ്ട് ഇവരുടെ ആക്ടിവിറ്റി ഒക്കെ കാണുമ്പോൾ. പക്ഷേ ശരിക്കും അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എങ്ങനെയാണ് കമ്പനി ആവേണ്ടത്, അവരുടെ അടുത്ത് എങ്ങനെയാണ് മനസ്സോടെ സംസാരിക്കേണ്ടത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്കൊരു കുട്ടിയുണ്ട്, ഒരു ADHD ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവനോട് മിങ്കിൾ ചെയ്ത് അവന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അവന്റെ ഇഷ്ടങ്ങളും എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അല്ല ചുമ്മാ എല്ലാ സ്ഥലത്തും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിനെ സമയം കാണത്തുള്ളൂ. പക്ഷെ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഈ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു മൂവി ത്രൂ ഔട്ട് നമ്മൾ പിടിച്ചിരുത്തി ആ ഒരു ഫീൽ ഗുഡ് വൈബ് അതുപോലെ നിലനിർത്തി നമ്മളെ സിനിമയുടെ അവസാനം വരെ കൊണ്ടുപോയി ഒരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ക്യാരക്ടേഴ്സും ഇവന്റ്സും ആയിട്ടൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഒരു വൈബ് തരുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്ന ആസിഫിക്കയും ആ ഒരു ചെറിയൊരു പയ്യന്റെയും പെർഫോമൻസും അവർ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെയാണ്. കാരണം അത്ര അടിപൊളിയായിരുന്നു അവർ തമ്മിലുള്ള കെമിസ്ട്രിയും അവർ തമ്മിലുള്ള ഇമോഷൻസ് ഒക്കെ. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ സിനിമയിലുള്ള ബാക്കിയുള്ള എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. ഒരാൾ പോലും വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരാൾ പോലും മിസ്കാസ്റ്റ് ആയിട്ട് എവിടെയും നമുക്ക് തോന്നിയിട്ടില്ല. വന്നു പോകുന്ന എല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് ഒരു പയ്യന്റെ പാരന്റ് ആയിട്ട് വരുന്ന ദീപക്കും ദിവ്യപ്രഭയും, അവരുടെ ആ ഒരു ക്യാരക്ടർ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കാരണം അങ്ങനെ ഒരു കുട്ടി, ഒരു ADHD ഉള്ള ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസോ അല്ലെങ്കിൽ അവർക്ക് ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. സോ അങ്ങനെ നിൽക്കുന്ന ഒരു പാരന്റിങ് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ വളരെ നൈസായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതും ത്രൂ ഔട്ട് ദ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു ഇമോഷണൽ ഐറ്റം ഉണ്ട് കേട്ടോ രണ്ടുപേരുടെ. അതൊക്കെ അടിപൊളിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഈ സിനിമയിലുള്ള എല്ലാവരും വളരെ അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു മൂവിയിൽ നമ്മളിൽ പിടിച്ചിരുത്തുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത്. സ്റ്റോറി ടെല്ലിംഗും ബ്യൂട്ടിഫുൾ ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ പിടിച്ചിരുത്തുന്ന മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ഒരു പെർഫോമൻസും പിന്നീട് അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷനുമാണ്. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ സിനിമയുടെ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്റെ മനസ്സ് നിറഞ്ഞിട്ടായിരുന്നു സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്തു വന്നത്. അത്ര നൈസായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എസ്പെഷ്യലി ഞാൻ എടുത്തു പറയും ആസിഫിക്ക, ലൈക്ക് ഹി വാസ് എ ബാക്ക് ബോൺ ഓഫ് ദിസ് മൂവി. കാരണം പല സിറ്റുവേഷൻസും മൂപ്പർ ഹാൻഡിൽ ചെയ്യുന്നതും മൂപ്പർ കൊണ്ടുപോകുന്നതും എന്റെ മോനെ അതൊരു വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു മനുഷ്യന്റെ ഒരു ക്യാരക്ടറായിട്ട് ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലെങ്കിലും കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആസിഫിക്ക ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ ഒരു സീക്വൻസ് ഒക്കെ നമ്മളിങ്ങനെ അറിയാതെ തന്നെ നമ്മളെ കണ്ണ് അറിയും. ആ രീതിക്കാണ് മൂപ്പര് സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. അതിന്റെ അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മൂവിയുടെ ഡയറക്ഷൻ ആൻഡ് മ്യൂസിക്. ഡയറക്ട് ചെയ്തിരിക്കുന്ന തമറാണ്. ലൈക്ക് അടിപൊളിയായിരുന്നു. മൂപ്പരുടെ ഫസ്റ്റ് മൂവി എനിക്ക് തോന്നുന്നു 1001 നുണങ്ങളാണ്. ആൻഡ് സെക്കൻഡ് മൂവിയാണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും അതിന്റെ ഒരു എക്സിക്യൂഷനും പ്ലേസ്മെന്റും സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിനിമ സംസാരിച്ച് പോകുന്നത്. ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട് ആ ഒരു കുട്ടിയുടെ ക്യാരക്ടറും ബിഹേവിയറും, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനാണ് കുട്ടി നിൽക്കുന്നത്, ADHD ഏത് ലെവലിലാണ്, എല്ലാം ആ ഒരു ഫസ്റ്റ് ഷോട്ടിൽ കാണിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺവിൻസ്ഡ് ആണ് ഓക്കെ നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാണ് ത്രൂ ഔട്ട് സിനിമയിൽ മുന്നോട്ട് പോകുന്നതൊക്കെ. അതൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ മ്യൂസിക് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. മാൻ അടിപൊളി ട്രാക്സ് ആയിരുന്നു കേട്ടോ. 2-3 പാട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരെ ഫീൽ ആയിരുന്നു കേൾക്കാനായിട്ട്. സോ എന്തായാലും എല്ലാവരും മൂവി പോയി കണ്ടു നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.